വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ യാത്ര മൈസൂരത്ത് നിൽക്കുവാണ്. ഞങ്ങൾ രാവിലെ റെഡിയായി നേരെ മൈസൂർ പാലസിലേക്ക് പോകാൻ ഇറങ്ങിയതാണ്. പാർക്കിങ്ങിൽ ഒന്ന് പാർക്ക് ചെയ്യാൻ വേണ്ടി എന്താണ് വണ്ടിയൊക്കെ തണലുള്ള സ്ഥലം നോക്കി പാർക്കിംഗ് കൊണ്ട് വെച്ചിട്ട് പതുക്കെ മൂവ് ആവണം അകത്തോട്ട്. മാലൂസും കുഞ്ഞും റെഡിയായി നടക്കുവാണ്. ഒരു നല്ല തിരക്കുണ്ട് പാർക്കിങ്ങിലൊക്കെ, ഒരുപാട് വണ്ടിയുണ്ട്. തിരക്ക് ഇന്ന് കൂടുതലാണെന്ന് തോന്നുന്നു, വെക്കേഷൻ കൂടിയല്ലേ. ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂവിലാണ്. അത്ര വലിയ ക്യൂ ഇല്ല, എന്നാലും ക്യൂ ഉണ്ട്. പെട്ടെന്ന് മൂവ് ആവുന്നുണ്ട്, ഫാസ്റ്റാണ്. നല്ല തിരക്കാണ്. ഇങ്ങനെ പാലസിനകത്ത് കയറി ക്യൂ ആണ്. മൈസൂർ പാലസിനെ ഇങ്ങനെ ചുറ്റി കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ ദിവസം മൈസൂരാണ് സ്പെൻഡ് ചെയ്തത്. ഇന്നലെ വൈകിട്ടോടെ ഞങ്ങൾ മൈസൂരെത്തി. പാലസിനകമൊക്കെ ഒന്ന് ചുറ്റി കണ്ടിട്ട് റെസ്റ്റ് എടുക്കുവാണ്. വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുവാണ്. ഒന്ന് കറങ്ങണം, ചുറ്റി മൈസൂരൊക്കെ ഒന്നുകൂടെ ഒന്ന് കറങ്ങി ചുറ്റി കണ്ടിട്ട് റൂമിൽ പോകാനുള്ള പ്ലാനിലിരിക്കുവാണ്. സുന്ദരിപ്പെണ്ണ ഒരു രക്ഷയില്ല. തകർപ്പ് അലമ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അലമ്പ് പിടിച്ചൊരു കൊച്ചി. ഇപ്പം വണ്ടിയൊക്കെ ഇറങ്ങി അടങ്ങിയിരുന്നോളും. ഇവിടെ താഴെ ഇറങ്ങി കഴിഞ്ഞാൽ ഇതാണ് ഇവിടെ അലമ്പ്. നല്ല ചൂടെടുത്ത് കുടിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണിത്. ആശീർവാദ് ഗ്രാൻഡാണ്, പ്യൂർ വെജിറ്റേറിയൻ ഹോട്ടലാണ്. ഫുഡ് കഴിച്ച് നല്ല ഫുഡാണ്. ഫുഡ് കഴിച്ച് കഴിയാറായി. ഞങ്ങളിപ്പോൾ നൈറ്റ് റൈഡിൽ നിന്ന് ഇറങ്ങിയാണ്. ഇവിടെ ലൈറ്റ്സൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്, അടിപൊളിയാണ്. പാലസാണേലും ലൈറ്റ്സൊക്കെ വന്നിട്ട് ഭയങ്കര ഭംഗിയാണ് കാണാൻ.
ഒരു റൗണ്ട് ചെയ്യാൻ സുന്ദരി പെണ്ണിൻ്റെ ആഗ്രഹപ്രകാരം റൗണ്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഞങ്ങൾ കുതിരവണ്ടിയിലോട്ട് കയറാൻ പോവാണ്. എടാ സുന്ദരി പെണ്ണെ ഹാപ്പിയാണോ? ഞങ്ങളുടെ റൈഡിന്റെ 7ാമത്തെ ദിവസം കുതിരവണ്ടി സവാരിയോടുകൂടി അവസാനിക്കുകയാണ്. നമ്മൾ ഫിനിഷിംഗ് പോയിന്റിലേക്ക് അടുക്കുകയാണ്. കാലിയെ പറപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ കയറിയെടുത്ത് തന്നെ കൊണ്ട് തിരിച്ചെത്തിച്ചിട്ടുണ്ട്. കാലം കൊണ്ട് അപ്പുറം